പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അൽ ഇജാബയിലേക്ക് എഴുതി കിട്ടിയ ചോദ്യങ്ങളിലൊന്ന്, ഒരു ഉമ്മാക്ക് കല്യാണപ്രായമെത്തിയ മകളുണ്ടെങ്കിൽ മകളെ കല്യാണം കഴിക്കാതെ ഉംറക്ക് പോകാമോ? കെട്ടിക്കാനുള്ള പൈസ കരുതി വെച്ചിട്ടേ പോകാവൂ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? നമ്മുടെ വീട്ടിൽ പണിയെടുത്തിരുന്ന സ്ത്രീയാണെങ്കിൽ എല്ലാവരും കുറേശ്ശെ പൈസ കൊടുത്ത് സഹായിച്ചാൽ തെറ്റുണ്ടോ? കടം വീട്ടാതെ ഉംറക്ക് പോയാൽ ശരിയാകുമോ എന്നാണ് അവരുടെ ചോദ്യം. ഉംറയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കുറേ ധാരണ പിശകുകൾ ഉംറയുമായി ബന്ധപ്പെട്ട് ഉള്ളതുകൊണ്ട് ഈ വിഷയമായി അല്പം ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ചോദ്യത്തിൽ വന്നത്, വിവാഹപ്രായമെത്തിയ ഒരു മോളുണ്ട്, അവളുടെ വിവാഹത്തിന് ശേഷം ഉംറക്ക് പോയാൽ മതിയോ എന്നാണ്. സത്യത്തിൽ വേണ്ടിയിരുന്നത്, വിവാഹപ്രായമെത്തിയ ഒരു മകനുണ്ട്, അവൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉംറക്ക് പോയാൽ മതിയോ എന്നായിരുന്നു. കാരണം ഇസ്ലാമിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ പ്രാരാബ്ധവും ബുദ്ധിമുട്ടും ബാധ്യതയുമുള്ളത് പുരുഷനാണ്. അവനാണ് മഹർ ഉണ്ടാക്കേണ്ടത്. അവനാണ് വിവാഹം കഴിച്ച് വരുന്ന ഭാര്യയ്ക്ക് വേണ്ട വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും മറ്റു സജ്ജീകരണങ്ങളും വീടും പാർപ്പിടവും എല്ലാം ഒരുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും പുരുഷനെയാണ് സഹായിക്കേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ദുഷിച്ച സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിൽ പെൺമക്കളെ സഹായിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്കാണ് സമൂഹം കടന്നു വന്നിരിക്കുന്നത് എന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായി, ഉംറ എന്നാൽ കേവലം മക്ക ഒന്ന് പോയി കണ്ടുവരിക, അതിൽ സായുജ്യമടയുക എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മക്കയേക്കാൾ പ്രാധാന്യം മദീനയ്ക്ക് കൊടുക്കുന്നതും ആളുകളുടെ മുമ്പിൽ യാചിച്ച് ഇരന്നിട്ടാണെങ്കിലും ഒരു ഉംറ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടാകുന്നതും. സത്യത്തിൽ ഹജ്ജും ഉംറയും ബാധ്യതയാകുവാനുള്ള നിബന്ധന മൻ ഇസ്തതാഅ ഇലൈഹി സബീല, മക്കയിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗമുണ്ടാകുമ്പോഴാണ്. സ്ത്രീകളെ സംബന്ധിച്ച് സാമ്പത്തിക ശേഷിയും ശാരീരിക കഴിവും കൂടെ അവരുടെ കൂടെ പോകുവാനുള്ള ഭർത്താവോ മഹറമോ ഉണ്ടായിരിക്കണം. ഇത് മൂന്നുമില്ല എങ്കിൽ ഒരു സ്ത്രീ, അവൾ എത്രമാത്രം സമ്പത്തുണ്ടായിരുന്നാലും അവൾക്ക് മറ്റ് രണ്ട് നിബന്ധനകൾ ഇല്ല എന്നതുകൊണ്ട് ഹജ്ജും ഉംറയും നിർബന്ധമില്ല. ഇസ്ലാം കാര്യത്തിൽപ്പെട്ട ഒന്നാണ് ഹജ്ജ്. മറ്റു ചില ഹദീസുകൾ ഉംറയെക്കുറിച്ചും വന്നിരിക്കുന്നു. ഇത് ഒരാൾ, ഇത്തരത്തിലുള്ളൊരു സ്ത്രീ ചെയ്തിട്ടില്ല എങ്കിൽ, അവൾക്ക് നിബന്ധനകൾ ഒത്തിണങ്ങിയിട്ടില്ല എങ്കിൽ അവൾ ചെയ്തിട്ടില്ല, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യുകയോ ശിക്ഷിക്കുകയോ ഇല്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീ, അവളെ എല്ലാവരും കൂടെ സഹായിച്ച് അവളെ ഒന്ന് ഉംറക്ക് പറഞ്ഞയച്ചാൽ പോരെ എന്ന ഉത്തരം, ആ ചോദ്യം ശരിയല്ല. കാരണം അവരെ സഹായിക്കാം, അവരെ സഹായിച്ച് കിട്ടുന്ന കാശ് ഒരു പക്ഷേ ഉംറക്ക് പോകുന്നതിനേക്കാൾ അവർക്ക് ആവശ്യമായി വരുന്നത് വീട്ടിൻ്റെ ചെലവ് നടത്തുവാനും രോഗിയായ ഭർത്താവിനെയോ കുട്ടികളെയോ ചികിത്സിക്കുവാനുമായിരിക്കും. ഉംറയേക്കാൾ അപ്പോൾ സ്ഥാനം കൊടുക്കേണ്ടത് മറ്റ് ആവശ്യങ്ങൾക്കാണ്. ഉംറ അവരുടെ മേൽ നിർബന്ധമില്ല. മൂന്നാമതായി, യാചിച്ചുകൊണ്ടുള്ള ഹജ്ജ് ഉംറ കർമ്മത്തിനുള്ള പോക്ക് ശരിയല്ല. കാരണം ഖുർആൻ തന്നെ ഹജ്ജിനെക്കുറിച്ച് സൂറത്ത് അൽ ബഖറയിൽ പറഞ്ഞപ്പോൾ, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ യാത്രാ ഭക്ഷണം ഒരുക്കിക്കൊള്ളുക. ജാഹിലിയത്തിൽ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പോയിരുന്ന ആളുകൾ അവശ്യ വസ്തുക്കളൊന്നും ശേഖരിക്കാതെ ആളുകളുടെ മുമ്പിൽ യാചിച്ച് ആളുകളെ ആശ്രയിച്ചു കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അപ്പോൾ ഖുർആൻ അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വതസവ്വദു, നിങ്ങൾ യാത്രാ ഭക്ഷണം ഒരുക്കിക്കൊള്ളുക, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തന്നെ ഒരുക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം, ഇനി പല ആളുകളും സഹായിച്ച് നാട്ടിലുള്ള ഒരു മുസ്ലിയാരെയോ ഒരു മൗലവിയെയോ ഉംറക്ക് പറഞ്ഞയച്ചാൽ അത് തെറ്റാണ് എന്നോ അവരുടെ ഉംറ കർമ്മം സ്വീകരിക്കുകയില്ല എന്നോ എന്ന അർത്ഥത്തിലല്ല. പക്ഷേ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പെൺകുട്ടിയെ കെട്ടിക്കുവാനാണോ ഉംറ കർമ്മം ചെയ്യുവാനാണോ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കണം, ഒരാൾക്ക് നിബന്ധനകൾ ഒത്തിണങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വൈകിപ്പിക്കുക എന്നത് ഭൂഷണമല്ല. ഉസൂലിൻ്റെ പണ്ഡിതന്മാർ അവർ ചർച്ച ചെയ്യുന്നൊരു ഭാഗം, ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചാൽ ആ കൽപ്പന എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നതാണ് ഒരു മതശാസനയ്ക്ക് വിധേയനായ വിശ്വാസി ചെയ്യേണ്ടത്.
നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ നമസ്കാര സമയമായാൽ അതിൻ്റെ ആദ്യത്തെ സമയത്ത് തന്നെ നിർവഹിക്കണം. ഇതേപോലെ ഹജ്ജും ഉംറയും ചെയ്യുവാനുള്ള നിബന്ധനകൾ ഒത്തിണങ്ങിക്കഴിഞ്ഞാൽ മറ്റ് വരാൻ ഒരുപക്ഷെ സാധ്യതയുള്ള പ്രയാസങ്ങളുമായി ഒരിക്കലും ഇതിനെ ബന്ധിപ്പിക്കരുത്. ഇനി നമ്മൾ നോക്കുക, മകളെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റെന്തെല്ലാം ബാധ്യതകൾ വരും. അല്പം കഴിയുമ്പോൾ അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ അവളെ ശുശ്രൂഷിക്കേണ്ടത് ഞാൻ മാത്രമാണ്, ഞാൻ എങ്ങനെ ഉംറയ്ക്ക് പോവും എന്ന് അവർ ചിന്തിച്ചേക്കാം. അല്ലെങ്കിൽ ഗർഭവും പിന്നീട് പ്രസവവും അതിനോടനുബന്ധിച്ച കർമ്മവുമായി കാശ് വേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും ഒരാൾക്കും ഇങ്ങനെയുള്ള ഹജ്ജ് ഉംറ കർമ്മം നിർവഹിക്കുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ, പ്രസ്തുത കർമ്മങ്ങൾ നിർവഹിക്കുവാനാണ് ഇത്തരത്തിലുള്ള ആളുകൾ പ്രാമുഖ്യം നൽകേണ്ടത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ നേരായ രൂപത്തിൽ മനസ്സിലാക്കുവാനും റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് സകല സൽക്കർമ്മങ്ങളും ചെയ്യുവാനുമുള്ള ഒരു തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. Peace Radio. Tune to reality.